എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNC MAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ഈ ഒരു ജൂൺ 17 മുതൽ അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17 വരെയാണ് ഈ ഒരു അപേക്ഷകൾ നൽകാനായിട്ട് സാധിക്കുക. PNCMAC.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഈ ഒരു രജിസ്ട്രേഷനായിട്ടുള്ള ലിങ്കുകളോ മറ്റോ കാര്യങ്ങളോ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് BSc നഴ്സിംഗ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മറ്റൊരു പേജിലേക്കൊന്നും പോകുകയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് ആയിട്ട്, അതായത് ഈ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിൽ ഏതൊക്കെ കോളേജുകളാണ് വരുന്നത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ കോളേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കോഴ്സുകളാണുള്ളത്, ആ ഒരു നഴ്സിംഗ് കോളേജുകളിൽ ടോട്ടൽ എത്ര വീതം സീറ്റാണ് BSc നഴ്സിംഗ് കോഴ്സിനുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അത് ഏത് ജില്ലയിലാണ് ആ ഒരു കോളേജ് വരുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ആ ഒരു കോളേജിനെ കുറിച്ച് അറിയാനായിട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് വ്യൂ എന്നുള്ളൊരു ലിങ്കും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ എത്ര ടോട്ടൽ സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സീറ്റുകളിലേക്ക്, അതായത് അതുപോലെ ആ ഒരു കോളേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു കോളേജ് എപ്പോഴാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണ LBSY നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ നേടുന്ന, അതായത് LBSY സെൽഫ് ഫിനാൻസ് കോളേജിൽ നേടുന്ന അഡ്മിഷൻ ലഭിക്കുമ്പോൾ നിങ്ങൾ അടക്കുന്ന സെയിം ഫീസ് തന്നെയാണ് ഈ ഒരു PNC MAC വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം ഏകദേശം 1,13,000 രൂപയാണ് വരിക. ആകെയുള്ള ഫീസ് എന്ന് പറയുന്നത്. അതിൽ ഈ 1,13,000 രൂപയിൽ ഏകദേശം 1,000 രൂപ അഡ്മിഷൻ ഫീസും 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റുമാണ്. അപ്പോൾ ബാക്കി അടുത്ത സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങൾക്കാകെ 1,02,000 സംതിങ് രൂപ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരിക. അതായത് ട്യൂഷൻ ഫീ ഇനത്തിൽ നിങ്ങൾക്ക് 73,025 രൂപയോളവും, അതുപോലെ തന്നെ ബാക്കി സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ ഏകദേശം 23,000 സംതിങ് രൂപയുമാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ വരിക. അപ്പോൾ ആദ്യ വർഷം ഈ ഒരു സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 23,000 സംതിങ് വരും. പിന്നീട് അടുത്ത വർഷം തൊട്ട് അതിൽ ആ ഒരു ഫീസിൽ കുറവുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ PNC MAC, അതായത് ഈ ഒരു PNC MACന് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് നാളെ നൽകാൻ സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസ്പെക്ടസ് വന്നിട്ടില്ല, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ PNC MACലേക്ക്, അതായത് LBSY അപേക്ഷ സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിക്കും, അതുപോലെ CPAS, അതുപോലെ തന്നെ AMCS FNCK ഇതുവഴി അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അസോസിയേഷൻ വെബ്സൈറ്റ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് LBSY അപ്ലൈ ചെയ്താൽ PNC MACൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് ഇതുവഴി അല്ല ഏത് അസോസിയേഷൻ കീഴിലുള്ള അലോട്ട്മെൻറ്റുകളിലേക്കും അപ്ലൈ ചെയ്യാം. നിലവിൽ LBS മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ CPASലേക്ക് കൂടി അപ്ലൈ ചെയ്യുക. CPASൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 20 അതുപോലെ തന്നെ AMCS FNCKയുടെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അത് ജൂലൈ 15 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ PNC MACൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂലൈ 17 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.